നല്ല പൊങ്കാലത്തൊക്കെ നമ്മളിങ്ങനെ ആർമാദിച്ച് നടക്കൂലേ. ഒരു പ്രായം എത്തുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ വാശിയോ ദേഷ്യമോ അഹങ്കാരമോ ഒന്നും ഉണ്ടാവില്ല. 2 ദിവസത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്ന് ഇന്നാട്ടോ അമ്മേനെ വിളിച്ചത്. റേഞ്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ പോയപ്പോൾ വിളിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മഴയും കാറ്റൊക്കെ വരുമ്പോൾ എനിക്ക് മനസ്സിന് വല്ലാത്ത ആദിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും, കാറ്റും മഴയും വരികയാണെങ്കിൽ താഴത്തെ വീട്ടിലേക്ക് അങ്ങനെ മാറണേന്ന്. വാടകയ്ക്ക് വീടെടുത്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും ആളവിടുന്ന് മാറാൻ കൂട്ടാക്കണേ ഇല്ല. അച്ഛൻ മരിച്ചത് ഇവിടെ കിടന്നല്ലേ, ഞാനും മരിക്കുകയാണ്, ഇവിടെ തന്നെ മതി എന്നുള്ള വാശിയ ആൾക്ക്. ഞാനും അമ്മയും പണ്ട് വലിയ സുഖത്തിലൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വഴക്കിടും. അച്ഛനോടായിരുന്നു ചായവ് കൂടുതൽ, അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ സ്വഭാവം എനിക്കെന്ന് എല്ലാവരും പറയണേ. ഞായറാഴ്ച ഞാൻ വീട്ടിൽ പോയിരുന്നു കേട്ടോ. കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് സംസാരിച്ചു. കൂടുതലും അച്ഛൻ്റെ കാര്യമായിരുന്നു. അച്ഛനുള്ളപ്പോൾ രണ്ടും എന്നും വഴക്കും അടിയാ. കണ്ണുള്ളപ്പോൾ അതിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത് എത്ര ശരിയല്ലേ. നമ്മുടെ മാതാപിതാക്കളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് സ്വർഗ്ഗം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ കേട്ടോ, അനുഭവത്തിലൊന്നും വന്നിട്ടില്ല. അതെന്തേലും ആവട്ടെ, ഞാനിപ്പോൾ അതൊന്നും ചിന്തിക്കാറേ ഇല്ല. ഞാൻ കൊടുക്കുന്നത് എന്തോ അതായിരിക്കും തിരിച്ചു കിട്ടുക. അതുകൊണ്ട് തന്നെ സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ചും പരിചരിക്കേണ്ടവരെ പരിചരിച്ചും ജീവിക്കുക. നാളെ അതൊക്കെ സമ്പാദ്യമായിട്ടുണ്ടാവും.